പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനി ഫോർഡിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഇസ്രായേൽ വിരുദ്ധ പോസ്റ്റുകൾ. ഫോർഡ് മോട്ടോർ കമ്പനി എന്ന എക്സ് അക്കൗണ്ടിലാണ് ഇസ്രായേലിനെ വിമർശിച്ചും ഫലസ്തീന് ഐക്യദാർഢ്യം അറിയിച്ചുമുള്ള കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഏറെ ചർച്ചയായതിനു പിന്നാലെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുകയും അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന ഔദ്യോഗിക വിശദീകരണ കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് കമ്പനി. ലോകത്തെ മുൻനിര ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ തുടരെ പ്രത്യക്ഷപ്പെട്ട ഇസ്രായേൽ വിരുദ്ധ പോസ്റ്റുകളാണ് ആളുകൾക്കിടയിൽ ആശ്ചര്യമുണർത്തിയത്. ഫലസ്തീനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ടതായിരുന്നു ആദ്യത്തെ പോസ്റ്റ്. പിന്നാലെ ഇസ്രായേൽ ഭീകര രാഷ്ട്രമെന്നും മറ്റൊരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു. എല്ലാ കണ്ണുകളും ഗസയിലേക്ക് എന്നായിരുന്നു ഒടുവിലത്തെ പോസ്റ്റ്. പോസ്റ്റുകൾ വൈറലായതിനു പിന്നാലെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്ന വിശദീകരണം പുറത്തിറക്കുകയായിരുന്നു കമ്പനി. അവസാനത്തെ 3 പോസ്റ്റുകൾ ഫോർഡ് പോസ്റ്റ് ചെയ്തതല്ല, കമ്പനി ചുമതലപ്പെടുത്തിയതുമല്ല, ഫോർഡ് മോട്ടോർ കമ്പനിയുടെ കാഴ്ചപ്പാടുമല്ല പോസ്റ്റുകളിലുള്ളത്. സംഭവത്തെക്കുറിച്ച് ഫോർഡും എക്സും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഔദ്യോഗിക ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്ത വിശദീകരണ കുറിപ്പിൽ അറിയിച്ചു. കമ്പനി സ്ഥാപകൻ ഹെൻറി ഫോർഡ് നടത്തിയ ജൂത വിമർശനങ്ങളെ തുടർന്ന് അദ്ദേഹം സെമിറ്റിക് വിരുദ്ധനാണെന്ന് നേരത്തെ തന്നെ പ്രചാരണം ശക്തമാണ്. എല്ലാ തിന്മകൾക്കും കാരണം ജൂതന്മാരും ജൂത മുതലാളിമാരുമെന്നായിരുന്നു ഒരിക്കൽ ഫോർഡ് വിമർശിച്ചത്. യുദ്ധങ്ങൾ സൃഷ്ടിച്ചതും അമേരിക്കയിലെ കൊള്ളയ്ക്കും കവർച്ചയ്ക്കുമെല്ലാം പിന്നിലും ജൂതന്മാരാണ്. നാവികസേനയുടെ കാര്യക്ഷമത കുറഞ്ഞതിന് പിന്നിലും അവരാണെന്നെല്ലാം അദ്ദേഹം ആരോപണമുയർത്തിയിരുന്നതായി അമേരിക്കൻ ചാനൽ PBS റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1918 സ്വന്തമാക്കിയ ദി ഡിയർബോൺ ഇൻഡിപെൻഡൻസ് പത്രത്തിലൂടെയും ഹെൻറി ഫോർഡ് ജൂത വിമർശനം തുടർന്നു. പത്രം ഏറ്റെടുത്ത് 1 വർഷം പിന്നിട്ടപ്പോൾ അമേരിക്കയെ ബാധിക്കുന്ന ജൂത ഗൂഢാലോചനകൾ എന്ന പേരിൽ ലേഖന പരമ്പരകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. തുടർച്ചയായി 3 മാസത്തോളം ജൂത വിമർശനവുമായി ഈ ലേഖനങ്ങൾ വന്നു. പിന്നീട് ഇതെല്ലാം സമാഹരിച്ച് ദ ഇന്റർനാഷണൽ ജൂ എന്ന പേരിൽ പുസ്തകം പുറത്തിറക്കുകയും 5 ലക്ഷത്തോളം വരിക്കാർക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയും ഉണ്ടായി. ഇതിന്റെ പേരിൽ ഹെൻറി ഫോർഡിനെതിരെയും ഫോർഡ് മോട്ടോർ കമ്പനിക്കെതിരെയും ജൂത സംഘടനകളും നേതാക്കളും രംഗത്തെത്തിയിരുന്നു. അതേസമയം ഇസ്രായേൽ സൈന്യത്തിന് ഫോർഡ് വാഹനങ്ങൾ നൽകുന്നുണ്ട്. 2001 ഇസ്രായേൽ സൈന്യവുമായി കമ്പനി ആദ്യമായി കരാറിലെത്തുന്നത്. $40 മില്യൺ 1000 F-350 പിക്കപ്പ് ട്രക്കുകളാണ് ആദ്യഘട്ടത്തിൽ ഫോർഡ് ഇസ്രായേൽ സൈന്യത്തിന് നിർമ്മിച്ചു നൽകിയത്. ഗസയിലെ ആക്രമണത്തിൽ ഉൾപ്പെടെ ഫോർഡിന്റെ സൈനിക വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് വിവരം. ഒരേ സമയം ഇസ്രായേൽ സൈന്യത്തിനും ഗസയിലെ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഫലസ്തീനികൾക്കും കമ്പനി സഹായം നൽകി വരുന്നതായും റിപ്പോർട്ടുണ്ട്. 2023 ഒക്ടോബറിൽ ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയും ഫോർഡിന് കീഴിലുള്ള ജീവകാരുണ്യ സംഘമായ ഫോർഡ് ഫൗണ്ടേഷൻ രംഗത്തെത്തിയിരുന്നു. ഗസക്കാർ അനുഭവിക്കുന്ന യാതനകൾ അവഗണിക്കാനാകില്ലെന്നും എല്ലാ സഹായവും ചെയ്യുമെന്നും ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡാരൻ വാക്കർ അന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. ഇസ്ലാമോഫോബിയയും സെമിറ്റിക് വിരുദ്ധതയും വളർത്തുന്ന വ്യാജ പ്രചാരണങ്ങളെല്ലാം തള്ളിക്കളയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു.